ഒരു നേന്ത്രപ്പഴം വെച്ച് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചായക്കടിയാണ്. അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചായക്കടിയാണ്. ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്തതിന് ശേഷം ഒരു നേന്ത്രപ്പഴമാണ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മളെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തും അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഇത് ഒരു തവണ കഴിച്ചാൽ നിങ്ങൾക്ക് വീണ്ടും കഴിക്കണം എന്ന് തോന്നും. അത്രയും നല്ല ടേസ്റ്റാണ്. ഒന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം കൂടുതലൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് അരമുറി തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്നും നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാനുള്ളതാണ്. തേങ്ങയും പഴമൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 5 or 6 ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തതെന്ന് വെച്ചാൽ 1.5 അണി ശർക്കരയാണ്. 1 ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം. അതിനുശേഷം നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണേ. ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റവയാണ്. 3/4 കപ്പ് അളവിൽ റവയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. പെട്ടെന്ന് തന്നെ മിക്സാക്കി എടുക്കണേ. കട്ട പിടിക്കുന്നതിന് മുന്നേ ആയിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുക്കുന്ന സമയം നല്ല ഡ്രൈ ആയി വരുന്നവരെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. ഇതുപോലെയാണ് നമുക്ക് ആയി കിട്ടേണ്ടത്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ബോൾസാക്കി എടുക്കാം. ലഡുവിൻ്റെ വലുപ്പത്തിൽ തന്നെ ബോൾസാക്കി എടുക്കാം. ഇതുപോലെ അതല്ലേ നമ്മുടെ കറക്റ്റ് അളവ്. ഇതുപോലെ ബോൾസാക്കി എടുക്കുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത ഒന്നുകൂടി ഞാൻ ഇതുപോലെ കാണിച്ചു തരാം. ഇതുപോലെ ബോൾസാക്കി എടുക്കാം. ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ബോൾസാക്കി എടുക്കട്ടെ. അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള ചായക്കടി റെഡിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലുള്ള നല്ല വെറൈറ്റി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.